ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഒന്ന് നാം വന്നിട്ടുള്ള എന്താണെന്നറിയോ, ഫീഡ് പീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഞാനെങ്ങനെ കൊടുക്കണമെന്നുള്ളത് ആദ്യം പറയാച്ച ഞാൻ കാണിച്ചു തരാം. ഇത് ഫീഡ് പീസ്റ്റാണ്. ഇത് കഴിഞ്ഞു കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കേണ്ട ഓർമ്മയില്ല. അപ്പോൾ ഇത് കഴിയാനായി. അപ്പോഴാണ് ഇപ്പം ഇന്ന് രാവിലെ ഇതൊന്ന് വീഡിയോ എടുത്ത് കളയാമെന്ന് വിചാരിച്ചത്. ഇത് ഫീഡ് പേസ്റ്റാണ് കേട്ടോ. ഇതാണ് ഈസ്റ്റ്. ഇങ്ങനെ പൊടി രൂപത്തിലായിരിക്കും ഈസ്റ്റ്. ഇതെന്താ ചെയ്യുന്നത്? ഇത് ഫീഡ് പേസ്റ്റ് പ്ലസ് ആണ് കേട്ടോ. അതാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇതെന്താ ഞാൻ ചെയ്യാറ് വെച്ചാൽ തീറ്റയിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫീഡ് പേസ്റ്റ് കൊടുക്കാറ്. അതാ വെള്ളത്തിൽ കൊടുക്കുകയും ചെയ്യാം. പക്ഷേ വെള്ളത്തിൽ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫുള്ള് വെള്ളമൊന്നും കുടിക്കേണ്ടാവില്ല. ചിലപ്പോൾ തട്ടിത്തൂത്ത് കളയും. പിന്നെ പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് അവർ കൂടുതലൊന്നും വെള്ളം കുടിക്കില്ല. അപ്പോൾ തീറ്റയെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ഗുണം വെച്ചാൽ പെട്ടെന്ന് ആ തീറ്റ അവർ തിന്നുമല്ലോ. അപ്പോൾ അതിലൂടെ പെട്ടെന്ന് അവരുടെ ശരീരത്തിലേക്ക് അതെത്തും. വെള്ളമാകുമ്പോൾ തട്ടി തൂവിപ്പോവും. അതേപോലെ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ കൂടെ കൊടുക്കാം. ഞാൻ എന്തും ഫീഡ് പീസ്റ്റ് വലിയ കോഴികൾക്കൊക്കെ പിന്നെ തീറ്റയിലാണ് കേട്ടോ ഞാൻ കൊടുക്കാറ്. ഇത് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചോളത്തോടും ചോറും ഇതിൻ്റെ ഫുഡ് വേസ്റ്റിൻ്റെ എന്താ വെച്ചാൽ അതൊക്കെ കൂടിയിട്ടിട്ട് പിന്നെ ഈ ഈസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ കൊടുക്കാറാണ് കേട്ടോ പതിവ്. ഇത് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ രാവിലെയാണ് കൊടുക്കുക കേട്ടോ. രാവിലെ എണീറ്റ് വന്നതും ഈ തീറ്റ ഉണ്ടല്ലോ, ഈ തീറ്റ ഞാൻ ഈ കൊടുക്കുന്നതും രാവിലെ കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യുമല്ലോ. വൈകുന്നേരം ഒന്നും കഴിച്ചതിന് ശേഷം പിന്നെ രാവിലെ വരെ അവരൊന്നും കഴിക്കാണ്ടിരിക്കണതല്ലേ. അപ്പോൾ പിന്നെ രാവിലെ കൊണ്ടുപോയി കൊടുത്താലുള്ള എന്താ വെച്ചാൽ അവർ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഈ ഫുഡ് ഫുള്ള് അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈസ്റ്റൊക്കെ വയറ്റിൽ പോകും. വെള്ളമാണെന്നുണ്ടെങ്കിൽ അവർ വല്ലപ്പോഴും അല്ലേ കുടിക്കുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളത്തിൽ സാധാരണ കൊടുക്കാറില്ല. ഞാൻ ഫുഡിൽ തന്നെയാണ് വലിയ കോഴികൾക്ക് കൊടുക്കാറ്. കുട്ടികൾക്ക് മാത്രമേ ഞാൻ വെള്ളത്തിൽ കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ ഫീഡ് പീസ്റ്റ് കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ദഹനം ഉണ്ടല്ലോ, ദഹനം നല്ല പ്രോപ്പറായിട്ട് നടക്കും. കാരണം പിന്നെ ഗ്രോത്ത് ഉണ്ടാവും. അതേപോലെ ഇതൊരു പിന്നെ ബാക്ടീരിയ ആണല്ലോ, പ്രോബയോട്ടിക്കാണിത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ അവരുടെ ഡൈജഷൻ ക്ലിയർ ആവാനും ഇപ്പോൾ നമുക്ക് ദഹനം നല്ലപോലെ ശരിയായാൽ തന്നെ നമ്മളുടെ ശരീരം ഫുള്ള് ശരിയാവും അല്ലേ. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് അതേപോലെ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവാനും അതേപോലെ മരണനിരക്ക് കുറയാനും അതേപോലെ പ്രത്യേകിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്കൂട്ടിലുണ്ടാവുന്ന ദുർഗന്ധം ഒഴിവായി കിട്ടും. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ആദ്യം മറ്റേ കോഴികൾക്ക് കൊടുത്തതിൻ്റെ ശേഷം ഇത് നമ്മളെ മറ്റേ ഇപ്പുറത്തെ കൂട്ടിലുള്ള കോഴികൾക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഇവർക്കൊക്കെ തീറ്റ തന്നെയാണ് കേട്ടോ കൊടുക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ട് നമ്മൾ പുല്ലും ഇതൊക്കെ കൊടുക്കണ കാരണം കൊണ്ട് പുല്ലിലൊക്കെ കൂടുതലും വെള്ളമാണല്ലോ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് പിന്നെ കോഴിക്കാഷ്ടം ലൂസായിട്ട് പോവും അവർക്ക്. പിന്നെ പുല്ലൊക്കെ കൊടുക്കുമ്പോൾ നമ്മളൊരു നേരം ഇതൊക്കെ കൊടുത്താലും എല്ലാം ദഹനം നല്ലപോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കോഴിക്കാട്ടമൊക്കെ ലൂസായിട്ടാണ് പോവുക. അപ്പോൾ ഇതൊരു കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ കോഴിക്കാഷ്ടം ഇത് കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് പോകുന്നുണ്ടല്ലേ. ഇപ്പോൾ ഇത് ലൂസായിട്ടാണ് എന്ന് വിചാരിച്ചാൽ പിന്നെ ഇതാകെ സ്മെല്ലായിരിക്കും ഇവിടെ. ഇത് ഡ്രൈ ആയിട്ട് പോണ കാരണം കൊണ്ട് നമുക്ക് ഒരു ദുർഗന്ധവും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല, ഒന്നുമില്ല. ഇത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. ഞാൻ ആദ്യം ആ കൂട്ടിലാവണ സമയത്ത് ആ കോഴികൾക്ക് കൊടുത്തിരുന്നു. ഇവർ വന്നതിന് ശേഷം ഞാൻ ഈ ഗ്രാമശ്രീ കോഴി വാങ്ങിയതിൻ്റെ ശേഷം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് കൊടുക്കാത്ത കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്ലീനിങ്ങിനൊക്കെ. കാരണം ഇവർക്ക് പുല്ലൊക്കെ ഞാൻ നല്ല കൊടുക്കുമല്ലോ, പുല്ല് കൊടുക്കണ കാരണം കൊണ്ടും അതേപോലെ ചോളത്തവിടൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇവർക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ അടുക്കളയുടെ ഭാഗത്ത് ആണല്ലോ കോഴിക്കൂട്. അപ്പോൾ നല്ല സ്മെല്ല്, പിന്നെ മഴയും കൂടി നിന്ന് പെയ്യുമ്പോൾ നല്ല സ്മെല്ലായിരുന്നു എനിക്ക്. അങ്ങനെ അപ്പോഴാണ് എനിക്ക് ഓർമ്മ, ഫീഡ് പീസ്റ്റ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ കൂട്ടിലാവണ സമയത്ത് മറ്റേ കോഴിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് കൂട്ടിലൊക്കെ നല്ല ഡ്രൈ ആയിട്ടായിരുന്നു കാഷ്ടം വന്ന് വീണിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഒരു ഫീഡ് പീസ്റ്റ് വാങ്ങിയിട്ട് പിന്നെ ഇവർക്കും കൂടി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനത് കൊടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവരെ ചെയ്യാതിരുന്നത്. പിന്നെ ഞാനത് പെട്ടെന്ന് മറക്കുകയും ചെയ്തു കേട്ടോ, വീഡിയോ എടുക്കാൻ വേണ്ടി മറക്കുകയും ചെയ്ത്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഫീഡ് പീസ്റ്റ് വീണ്ടും ഇടുമ്പോഴാണ് ഓർമ്മ, ഇതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് കോഴി വളർത്തുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് കൂടി ഇട്ട് കൊടുക്കാമല്ലോ, അവർക്ക് നല്ല ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഞാൻ ഈ വീഡിയോ ഒന്ന് ഇടാൻ കാരണം. പിന്നെ ഫീഡ് പീസ്റ്റിന് നല്ല വില ഉണ്ട്. ഫീഡ് പീസ്റ്റ് ചോപ്പുണ്ട്, ഞാനത് വാങ്ങാറില്ല. നീലയാണ് ഞാൻ വാങ്ങാറ്. ഫീഡ് പീസ്റ്റ് പ്ലസ് അതെന്താണെന്ന് വെച്ചാൽ അതൊന്നും കൂടി നല്ല ന്യൂട്രിയൻസും പ്രോബയോട്ടിക്കും ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ പ്ലസ്സിന് നല്ല വില കൂടുതലുമാണ്. ഇപ്പോൾ കണ്ടോ, ഇവർക്ക് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയി. അവർക്ക് ഇട്ട് കൊടുത്ത് വരുമ്പോഴത്തേനും ഇവരുടെ ഫുഡൊക്കെ കഴിഞ്ഞു.
എന്താണെന്ന് വെച്ചാൽ അതാണ് തീറ്റയിൽ കൊടുത്താലുള്ളൊരു ഗുണം. എന്താണെന്ന് വെച്ചാൽ വെള്ളമാകുമ്പോൾ ഇതേപോലെ തട്ടിത്തൂവിയിട്ടും ഒക്കെ വെള്ളം കളയും. ഇവർക്ക് ആവശ്യത്തിന് മാത്രമേ വെള്ളം കുടിക്കുള്ളൂ. മഴക്കാലത്ത് തീരെ വെള്ളം കൂടി കുറവായിരിക്കും നല്ല. അപ്പോൾ തീറ്റയും കൂടെ കൊടുക്കുകയാണെങ്കിൽ തീറ്റ പെട്ടെന്ന് തിന്നണ കാരണം കൊണ്ട് പെട്ടെന്ന് അവരുടെ ശരീരത്തിലേക്ക് അത് എത്തും. അപ്പോൾ ഫീഡ് പിസ്റ്റ് കൊടുക്കാൻ ഞാൻ എപ്പോഴും വെള്ളത്തിൽ കൊടുക്കാൻ ഞാൻ ആരും പ്രോത്സാഹിപ്പിക്കില്ല. തീറ്റയിൽ കൊടുക്കുകയാണ് നല്ലത്. ഇതുണ്ട്. അപ്പോൾ അവർ രാവിലത്തെ ഒരു ഫുഡായ കാരണം കൊണ്ട് പെട്ടെന്ന് അത് കഴിച്ച് തീർക്കുകയും ചെയ്തു. നമുക്കതിങ്ങനെ ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ടില്ല. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം ഞാൻ നേരത്തെ കാണിച്ചില്ലേക്കും, ആ കോഴിക്കൂടിൻ്റെ അടിയിലുള്ള കോഴിക്കാഷ്ടം അത് ഞാൻ ചൂലുകൊണ്ട് അടിച്ചിട്ട് ഇത് നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ കോഴിക്കാട്ടം. അതിൻ്റെ മുകളിൽ ഞാൻ കുമ്മായിട്ട് കൊടുക്കണമെങ്കിൽ അതിൽ കൊടുന്ന് കൊട്ടിയതാണ് കേട്ടോ. കണ്ട ആ പിന്നെ മുറത്തിൽ പോലും അടിച്ചുകൂട്ടി വരുന്ന മുറത്തിൽ പോലും ഒട്ടിപ്പിടിച്ചിട്ട് പോലും ഇല്ല. അത്രക്കും ഡ്രൈ ആണ് കോഴിക്കാഷ്ടം. ഇതുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചൂലുകൊണ്ട് അടിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റണില്ല. അതുകൊണ്ടാണ് ഞാനിത് അടിച്ചെടുത്തതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ട്രൈപോഡൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് വേണം എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും കണ്ട അവരിത് തിന്ന് കഴിച്ചു. ആ കൂട്ടിൽ തിന്നു കഴിഞ്ഞു, ഇവരും തിന്നു. അപ്പോൾ എത്ര പെട്ടെന്ന് അവരുടെ ശരീരത്തിലേക്ക് അത് പോയതെന്ന് ആലോചിച്ച് നോക്കിയാൽ. നേരെ മറിച്ച് നമ്മൾ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം ഒരു ദിവസം മുഴുവൻ വേണം അത് കുടിച്ച് കഴിയണമെങ്കിൽ. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ കൂട്ടിലുള്ള ചെറിയ കോഴികളുണ്ടല്ലോ അവർക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഞാൻ സ്റ്റാർട്ടറിൻ്റെ പ്രായത്തിയവർക്കും പിന്നെ കൂട്ടിൽ നിൽക്കുന്നവർക്കൊക്കെ ഞാൻ വെള്ളത്തിലാണ് കൊടുക്കാറ്. കാരണം അവരിപ്പോൾ ഇത് പെട്ടെന്ന് തിന്ന് കഴിയില്ലല്ലോ. പിന്നെ അവർക്ക് സ്റ്റാർട്ടറിലൊന്നും ഇത് കുഴച്ച് കൊടുക്കാറില്ല. ഞാൻ പിന്നെ ഇതേപോലെ ചോളത്തവിട് അങ്ങനത്തെ ഒക്കെ മാത്രമേ വെള്ളമായിട്ട് കുഴച്ച് കൊടുക്കുള്ളൂ. അല്ലാത്ത നമ്മളുടെ തീറ്റ ഉണ്ടല്ലോ, പെല്ലറ്റ്, സ്റ്റാർട്ടർ, ഗ്രോവർ, അതൊന്നും ഞാൻ നനച്ച് കൊടുക്കാറില്ല. അത് ഞാൻ ഡ്രൈ ആയിട്ട് തന്നെയാണ് അവർക്ക് കൊടുക്കാറ്, നനച്ച് കൊടുക്കാറില്ല. ചിലവരുണ്ടല്ലോ നമ്മൾ തീറ്റ ഉണ്ടാക്കണേ കൂടെ തന്നെ ഗ്രോവർ, പെല്ലറ്റ്, ലെയർ മാഷൊക്കെ കുഴച്ച് കൊടുക്കുമല്ലോ. ഞാൻ അങ്ങനെ കൊടുക്കില്ല. ഡ്രൈ ആയിട്ടുള്ള തീറ്റ ഡ്രൈ ആയിട്ട് തന്നെ കൊടുക്കുള്ളൂ. പിന്നെ നമ്മൾ വേസ്റ്റൊക്കെ ഫുഡ് വേസ്റ്റൊക്കെ കൊടുക്കുന്നത് പിന്നെ അങ്ങനെ നനച്ച് കൊടുക്കുള്ളൂ. അത് ഞാൻ കഞ്ഞിയുടെ വെള്ളത്തിലാണ് നനച്ച് കൊടുക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കൂട്ടിൽ നിൽക്കുന്ന സ്റ്റാർട്ടർ തന്നെയാണ് കോഴിക്കുട്ടികളുണ്ടെന്ന്. അന്ന് കറമ്പിപ്പെണ്ണ് അട വെച്ചതൊക്കെ ഉണ്ടായിരുന്നില്ലേ, അവർ വിരിഞ്ഞ കോഴിക്കുട്ടികളൊക്കെ ഇല്ലേ, അവൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഈസ്റ്റ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ ആദ്യം നന്നായിട്ട് കലക്കണം. ഇത് പെട്ടെന്ന് ഇങ്ങനെ കട്ട പിടിക്കും. കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊന്തി പൊന്തി ഒരു കുമിള പോലെ നിൽക്കുന്ന കണ്ടില്ലേ. ഇത് നന്നായിട്ടൊന്ന് അലിയിക്കുക. നന്നായിട്ട് അലിയിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നല്ല വെള്ളം ഒഴിക്കുക. എന്താണെന്ന് വെച്ചാൽ ക്ലോറിൻ കലർന്ന വെള്ളം ഒഴിക്കാൻ പാടില്ല. അത് പറഞ്ഞാൽ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ കുഴൽക്കിണറാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തും ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, അകത്തും ഫിൽറ്റർ വെച്ചിട്ടുണ്ട്, കുടിവെള്ളത്തിനും ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫിൽറ്ററത്തെ വെള്ളമാണ് ഉപയോഗിക്കാറ്. അങ്ങനെ ഞാൻ അത് അപ്പോൾ ഫിൽറ്ററിൽ നിന്ന് വെള്ളം എടുത്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ വെച്ചതാണ് കേട്ടോ. ആ വെള്ളത്തിലാണ് ഞാൻ കലക്കി കൊടുക്കുക. ക്ലോറിൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഇത് കലക്കരുത് എന്നാണ് പറയാം. എൻ്റെ അനുഭവം വെച്ചിട്ടും ഞാൻ ചെയ്യുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് കൂടുതലൊന്നും പറഞ്ഞുതരാൻ അറിയില്ല. എന്നാലും ഞാൻ ചെയ്യുന്നതും എനിക്ക് ഉപകാരപ്പെട്ടതും എനിക്ക് 100% റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ അനുഭവങ്ങൾ എൻ്റെ കോഴികൾക്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് റിസൾട്ട് കിട്ടിയിട്ട് അവരെ വെച്ചിട്ട് തന്നെ അവർക്ക് കൊടുത്തിട്ട് തന്നെ നിങ്ങളെ മുന്നിലൂടെ കാണിക്കുകയാണ് ഞാൻ ചെയ്യണത്. പിന്നെ അപ്പോൾ ഇതാണ്ട് അപ്പോൾ ഒരു കുപ്പിയിലുള്ളത് അടച്ചു വെച്ചു. ഇനി ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് മറ്റേ കോഴിക്കൂട്ടിലേക്ക് കുറച്ച് വെള്ളത്തിലേക്ക് എല്ലാവർക്കും കൂടി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാനിത് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കട്ട പിടിക്കണ കാരണം കൊണ്ട് ഇത് ഒരു സ്മെല്ലുണ്ട് കേട്ടോ, ഒരു പുളിച്ച സ്മെല്ലാണ് ഇതിന്. ഇത് നന്നായിട്ട് ചെയ്യുക. കലക്കിയിട്ട് നല്ല കലക്കിയതിന് ശേഷം വെള്ളത്തിലാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ആ കൂട്ടിലുള്ള വെള്ളം അവർ കുടിച്ച് തീരോളം അത് കുടിച്ച് തീർന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ വെള്ളം കൊടുക്കുള്ളൂ. മറ്റവർക്കൊക്കെ ഞാൻ തീറ്റയിലാണ് കൊടുക്കുക. ഇത് 100% റിസൾട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ സ്മെല്ല് വരുന്നത്, അതേപോലെ ഈ കോഴികൾക്കുള്ള മൂട് ചീയലൊക്കെ ഉണ്ടാവുമല്ലോ, ബാക്ക് ഭാഗം നന്നായിട്ട് ചീഞ്ഞ് സ്മെല്ലടിച്ചിട്ടൊക്കെ, അതൊക്കെ എന്താണെന്നറിയോ, ഈ കോഴിക്കാഷ്ടം ഇങ്ങനെ ലൂസ് മോഷനിൽ പോയിട്ട് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടും അവർക്ക് ഇൻഫെക്ഷൻ വന്നിട്ടൊക്കെയാണ് കേട്ടോ ഈ കോഴികൾക്കുള്ള മൂട് ചീയലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഫീഡ് പേസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ കുടലിന് അതേപോലെ നല്ല ബാക്ടീരിയകൾ ഫോം ചെയ്യുമെന്നാണ് പറയണത്. നല്ല ബാക്ടീരിയകൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നന്നായിട്ട് ദഹനം നടക്കും. നന്നായിട്ട് ദഹനം നടന്നു കഴിഞ്ഞാൽ അവർ തിന്നുന്നതൊക്കെ ശരീരത്തിൽ നന്നായിട്ട് പിടിക്കും. അതേപോലെ നല്ല ഗ്രോത്തും ഉണ്ടാവും. അതേപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് ദുർഗന്ധം ഉണ്ടാവില്ല. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള കോഴിക്കാട്ടാണ് വരിക. അപ്പോൾ നമുക്ക് കൂടും പരിസരങ്ങളൊന്നും വൃത്തികേടായിട്ട് കിടക്കില്ല. ഇതിപ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ കോഴി വിരിയിച്ചിട്ട് പിന്നെ അതിന് 7 കുട്ടികളുണ്ടായിരുന്നു. അതിൽ 2 ആൾ പോയി. അത് ഞാൻ അവിടെ നിന്നുള്ളതിൽ എലി കടിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ട് 2 എണ്ണത്തിനെ കടിച്ചിട്ടുണ്ടായിരുന്നു.
ഇതിലിപ്പോൾ 5 ആളുള്ളൂ. അവർക്ക് ഞാൻ ഗ്രോവറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ചെറിയ കുട്ടികൾ സ്റ്റാർട്ടറും ഗ്രോവറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കൽ. അപ്പോൾ അവർക്ക് എന്തായാലും വെള്ളത്തിൽ തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവർക്കും ഞാൻ മുട്ടത്തീറ്റയൊക്കെ ഈ പാത്രത്തിലിട്ട് കൊടുക്കുമ്പോൾ മറ്റേതും കൊടുക്കും. പക്ഷേ മുട്ടത്തീറ്റയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പിന്നെ വെള്ളം നനക്കാതെ കൊടുക്കുന്ന കാരണം അവർക്കും ഞാൻ പാത്രത്തിലാണ് വെച്ചെടുക്കുക കേട്ടോ. ഇതാണ് കേട്ടോ ഫീഡ പീസ്റ്റ് പ്ലസ്. ഇതതിൻ്റെ കവറാണ്. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, എനിക്ക് ഓർമ്മയില്ല എടുക്കാനെന്ന്, അതുകൊണ്ടാണ് ഞാൻ കവറാണിത്. ഇതാണ് നല്ല ഫീഡ പീസ്റ്റ് പ്ലസ്. ചുവപ്പുണ്ട്, അതിനേക്കാട്ടിലും നല്ലതാണ് ഇത്. ഇതിലെന്താ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫീഡ പീസ്റ്റ് ഏതൊക്കെ മൃഗങ്ങൾക്ക് കൊടുക്കാമെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ എല്ലാ മൃഗങ്ങൾക്കും കൊടുക്കാം. കോഴി, കന്നുകാലികളിൽ എന്ന് പറഞ്ഞാൽ മുയൽ, താറാവ്, പിന്നെ ഫിഷിന് കൊടുക്കുക, കോഴിക്ക് കൊടുക്കുക, എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. അത് പിന്നെ പശുവിനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പാലുൽപാദനം കൂടുമെന്നാണ് പറയണത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ദഹനശക്തി കൂട്ടാൻ നല്ലതാണിത്. പിന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നല്ലതാണ്. പിന്നെ പാലുൽപാദനം കൂട്ടാൻ നല്ലതാണ്. അതേപോലെ നമുക്ക് കോഴികൾക്ക് മുട്ടോൽപാദനം കൂട്ടാനും നല്ലതാണ് കേട്ടോ. ഇതുകൊണ്ടുള്ള ഗുണം അതാണ് ഉള്ളത്. പിന്നെ പശു, എരുമ, അതേപോലെ ആട്, പന്നി, നായ, കന്നുകുട്ടികൾ, മീൻ, കോഴിക്കുഞ്ഞുങ്ങൾ, കോഴികൾ, ഗ്രോവർ പ്രായത്തിലുള്ളത്, അതേപോലെ മുട്ടക്കോഴികൾ, അവർക്കൊക്കെ ഇത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ നിർദ്ദേശിച്ച അളവിൽ മാത്രം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കരുത്. നമുക്ക് ആ ഫീഡ് പീസിൻ്റെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ കൊടുക്കേണ്ട അളവ്, അതിനനുസരിച്ചിട്ട് മാത്രം കൊടുക്കുക. പിന്നെ വെള്ളത്തിലും കലക്കി കൊടുക്കുക, അതേപോലെ നമുക്ക് ഫുഡിലും കൊടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് നമ്മളുടെ ലൈനേജ് കോഴി വിരിഞ്ഞതാണ്. ഇവൾക്ക് ഞാൻ 9 മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ 7 എണ്ണം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും തപ്പണമെന്നറിയോ, അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലാണ് കോഴിക്കുട്ടികൾ. അപ്പോൾ അവരെ ഓരോരുത്തരെയും അതിൻ്റെ ഉള്ളിൽ നിന്ന് തപ്പിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? സുഖമാണെന്ന് ഞാനും വിചാരിക്കണം. ഇതാണ് കേട്ടോ ആ കോഴിക്കുട്ടികൾ. ഇതിൽ പല നിറത്തിലുള്ളതുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ 7 എണ്ണം ഉണ്ട്. അവരെ ഞാൻ കൂട്ടിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആളെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ. ഇനിയിപ്പോൾ വേറെ ആളെയും കൂടിയും വെക്കണം ഇൻഷാ അള്ളാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ഫീഡ് പീസ്റ്റ് കൊടുത്തോളിയും. അനുഭവത്തിലൂടെയും അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ടാണ് ഞങ്ങളോട് പറയണത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിൽ താങ്ക് യു.